വിശദമായ വാർത്തയിലേക്ക്. AI ക്യാമറ പദ്ധതിയിലെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ 3 കമ്പനികളുടെ കൺസോർഷ്യം രൂപീകരിച്ച യോഗത്തിൽ വിദേശ വ്യവസായി ഉണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ലാഭങ്ങളെല്ലാം പോകുന്നത് ഒരു പെട്ടിയിലേക്കാണ്. ഉപകരാറുകൾ പലതും ഇവർക്കാണ് കിട്ടുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കൊള്ളയാണ് ഇതെല്ലാം, കൊള്ള. അവര് പണം കിട്ടാൻ എന്തും ചെയ്യുമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമാക്കി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ലൈഫ് മിഷൻ പാവപ്പെട്ടവന് വീട് വയ്ക്കാൻ കൊടുക്കുന്ന പണത്തിൽ നിന്ന് പണം അടിച്ചു മാറ്റും. ക്യാമറ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടും. ഊരാളുങ്കലിന് പണം കൊടുത്ത് അതിൽ നിന്ന് വർക്ക് മാറ്റും. അപ്പൊ കൊള്ളയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്നത് എന്നുള്ള വിവരങ്ങളാണ് ഓരോന്നോരോന്നായി പുറത്തു വരുന്നത്. ഇഷ്ടക്കാരുമായി ബന്ധപ്പെട്ട് കമ്പനികൾ രൂപീകരിച്ച് അവരുടെ പെട്ടിയിലേക്ക് പണം എത്തിച്ച് സ്വന്തം പെട്ടിയിലേക്ക് മാറ്റുന്ന പരിപാടിയായിരുന്നു ചെയ്തത് എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഞങ്ങൾ ഹാജരാക്കിയത്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു ആരോപണവും ഒരു ഡോക്യുമെന്റിന്റെ പശ്ചാത്തലം ഇല്ലാതെ ഒരു ആരോപണവും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെല്ലാം ഡോക്യുമെന്റുകളുടെ രേഖകളുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളാണ്. അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാവും. എവിടെ പോയി മുഖ്യമന്ത്രിയുടെ 6 മണിയുടെ പത്രസമ്മേളനം? ഇതിപ്പോ എന്താ ആകാശവാണിയാണ്? ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞു, ആകാശവാണിയാണ്. അങ്ങോട്ട് പറയുള്ളൂ, അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കും. മുമ്പിലിരിക്കുന്ന പാവപ്പെട്ട സഹാക്കന്മാർക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ പറ്റുമോ? 6 മണിയുടെ പത്രസമ്മേളനം എന്തെങ്കിലും കാര്യമില്ല. കാരണം 50 മിനിറ്റ് അദ്ദേഹം പത്രസമ്മേളനം നടത്തും. 3 ചോദ്യം ചോദിക്കും. 2 ചോദ്യം സ്പോൺസേഡ് ചോദ്യം ഇരിക്കും. 1 ചോദ്യം ചോദിക്കും. അപ്പോഴേക്കും 7 മണിയാവും. ഇതല്ലേ പരിപാടി? അതാണ് ആകാശവാണി എന്ന് ഞാൻ പറയുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി ആകാശവാണിക്ക് സമാനമാണ്. ഇങ്ങോട്ട് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ, ഭർത്തു മറുപടിയില്ല. ഇത് പറ്റില്ല. ഉത്തരം പറഞ്ഞേ മതിയാവും. ഗുരുതരമായ ആരോപണങ്ങളാണ്. സംസ്ഥാനത്തിന്റെ പൊതുപണം കൊള്ളയടിച്ചിരിക്കുന്ന കേസാണ്. അത് പറഞ്ഞേ മതിയാവൂ എന്നാണ് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്.